ഹായ് ഫ്രണ്ട്സ്, റെൻ്റെ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ലൈഫിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഫോർ മാരേജ്, അതായത് എൻ്റെ കല്യാണത്തിന് മുമ്പുള്ള എൻ്റെ ഫാമിലിയിൽ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വേദനിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുണ്ടായിരുന്നു. എല്ലാം കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നു. ചേട്ടായുടെ ലൈഫ്, അതെ, ബിഫോർ മാരേജ് അതാണ്. ഇംഗ്ലീഷ് ടീച്ചറാ. അപ്പോൾ എന്തായാലും ഞാനത് പറഞ്ഞു തുടങ്ങാം. അങ്ങ് ദൂരെ പണ്ട് ഏകദേശം ചെറുപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലിനെ കുറിച്ച് പറയും. ഫസ്റ്റ് ഫാമിലിനെ കുറിച്ചാണ് പറയേണ്ടത്. അപ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് പറയും. ഓക്കെ, ഫസ്റ്റ് അച്ഛൻ, അമ്മ, പിന്നെ മൂത്തതൊരു ചേച്ചിയാണ്, അതിൻ്റെ താഴെ ഒരു ജ്യേഷ്ഠൻ, അതിൻ്റെ താഴെ വീണ്ടും ഒരു ചേച്ചി, അതിൻ്റെ താഴെ ഞാൻ, എൻ്റെ താഴെ ഒരു അനിയൻ, ഒരു അനിയത്തി. ഇത്രയും 6 മക്കളും അച്ഛനും അമ്മയും. ജീവിച്ചിരിക്കുന്ന മക്കൾ, അതിന് കുറച്ച് മക്കളൊക്കെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. 3-4 പേര് മരിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ കേൾവിയുള്ളൂ, പിന്നെ കണ്ടിട്ടില്ല. അന്ന് ഈ പറഞ്ഞ പോലെ മൊബൈൽ ഫോണും ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതൊന്നുമില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സ്കൂൾ തലം പറയേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഓർമ്മകൾ പറയുമ്പോൾ ഓർമ്മയുള്ള കാര്യങ്ങളാണ് അതൊക്കെ. ഓർമ്മ വെച്ച കാലം മുതലുള്ളത്. മറ്റതൊക്കെ നമുക്ക് മറ്റുള്ളവർ പറഞ്ഞു തരുന്നതാണല്ലോ. അതെ, ഓർമ്മ വെച്ച നാൾ മുതൽ ചേട്ടായി അനുഭവിച്ച കുറേ കാര്യങ്ങളുണ്ട്, കുറേ വിഷമങ്ങൾ. മിക്കവാറും വിഷമങ്ങളായിരിക്കും, അതിൽ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ. അതെ. ഫാമിലി ലൈഫ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, നല്ല രീതിക്ക് പോവുകയാണെങ്കിൽ അടിപൊളി ഒരു കൂട്ടുകുടുംബമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്ന ഒരു ഫാമിലി ആയിരുന്നു. പക്ഷേ ചെറുതും വലുതുമായിട്ടുള്ള പൊട്ടലുകളും ചീറ്റലുകളും കാരണം മദ്യമാണ് ഫാമിലീനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് എൻ്റെ അച്ഛൻ അത്യാവശ്യം നല്ലൊരു മദ്യപാനിയായിരുന്നു. അന്ന് ഈ മറ്റെന്താ പറയുക, അങ്ങനത്തെ പാക്കറ്റ് ചാരായം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ. ഇപ്പോഴൊന്നുമല്ല, കുറേ മുമ്പാട്ടോ പറയുന്നത്. അതൊക്കെ ഉള്ള കാലത്ത് പിന്നെ അത് കഴിക്കും. അതുപോലെ വീട്ടിലാണെങ്കിലും വരുന്ന വഴിക്ക് കഴിച്ച് വരും, കുറച്ച് വീട്ടിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഞങ്ങളെ അടിപിടി അടിച്ച് ഒരു ബോധമില്ലാതെ വരിക. വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മയുമായിട്ടുള്ള പിന്നെ തല്ലും പിടിയും കാര്യങ്ങളൊക്കെ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ മക്കൾ 2 ചേരികളായി തിരിയാണ്. ഞാൻ, എൻ്റെ ഒരു ചേച്ചി, അതായത് എൻ്റെ നേരെ മുകളിലുള്ള ചേച്ചി, പിന്നെ ജ്യേഷ്ഠൻ. ഞങ്ങൾ 3 പേര് അച്ഛൻ്റെ കൂടെ. മൂത്ത ജ്യേഷ്ഠത്തി, അനിയൻ, അനിയത്തി, ഇവർ 3 പേരും അമ്മയുടെ കൂടെ. അങ്ങനെയൊക്കെ ആയിട്ട് ഒരു കുടുംബത്തിൻ്റെ ഉള്ളിലാണ് അച്ഛൻ്റെ അമ്മയുടെ മക്കളുടെ ഇടയിലാണ് ഈ ഒരു വേർതിരിവ്. അങ്ങനെ പിന്നെ അച്ഛൻ പണിമാറ്റി വരുമ്പോൾ ഉള്ള ബോധത്തിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വരും. അത് ഞങ്ങൾക്ക് 3 മറ്റവർക്ക് 3 അതില്ല. പിന്നെ ഞങ്ങൾ അവർ കാണാതെ ചിലപ്പോൾ അങ്ങോട്ട് കൊടുക്കുക. ചിലപ്പം ഞങ്ങൾ മക്കൾക്കിടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു വാശിയായി. അങ്ങനെ ഒരു 2 ചേരിയായിട്ട് തിരിയാണ് വീട്ടിൽ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അമ്മയും മൂത്ത ചേച്ചിയും ജ്യേഷ്ഠനൊക്കെ പണിക്കിറങ്ങുകയാണ്. അതായത് വീട് ജപ്തിയുടെ വക്കിലാവുന്നു. അങ്ങനെ അച്ഛൻ പറയുകയാണ്, എല്ലാവരും പണിക്കിറങ്ങി മുന്നോട്ട് കാര്യങ്ങൾ ചെയ്താലേ ഉള്ളൂ നമുക്ക് ജപ്തിയിൽ നിന്ന് വീട് തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ പണിക്ക് പോകേണ്ട സാഹചര്യമാണ് എല്ലാവരും എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനും ഏട്ടനും ചേച്ചിയും അമ്മയും എല്ലാവരും പണിക്കിറങ്ങി. അങ്ങനെ അതൊക്കെ ശരിയായി. പക്ഷേ ഈ പണിക്കിറങ്ങിയതോട് കൂടിയിട്ട് ഇവരിലൊക്കെ ഓരോ പുതിയ പുതിയ ക്യാരക്ടറുകൾ രൂപപ്പെട്ടു. മറ്റേത് ഇവരൊക്കെ മക്കളായിരുന്നു. സ്വാർത്ഥത എന്ന് പറയുന്ന ആ ഒരു വിഷം ഇവരിൽ കയറുന്ന സമയത്ത് ഇവർ സ്വന്തം കാര്യം സിന്ദാബാദ് എന്നുള്ള അവസ്ഥയ്ക്ക് എത്തി പലരും. അച്ഛൻ ഉദ്ദേശിച്ചത് വീട്ടിലെ ഈ കഷ്ടപ്പാട് മാറാനും ഈ പിന്നെ ബാങ്കടവ് കാര്യങ്ങളും അടച്ച് കറക്റ്റായിട്ട് തീർക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അച്ഛൻ പറഞ്ഞത്. പക്ഷേ ഏട്ടൻ്റെ കയ്യിൽ കിട്ടുന്ന പൈസ ഏട്ടൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക. അതായത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം കേട്ടോ. ആദ്യമൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നടന്ന് പിന്നെ അപകടഘട്ടമൊക്കെ തരണം ചെയ്തു. അമ്മയാണെങ്കിലും അമ്മയുടെ ആവശ്യങ്ങൾക്ക് പിന്നെ കൂടുതലായിട്ട് ചിലവാക്കിയൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല. അമ്മയുടെ കാര്യത്തിൽ എനിക്ക് കൂടുതലായിട്ട് ഓർമ്മ വരുന്നില്ല. പക്ഷേ എല്ലാവർക്കും എന്താ പറയുക, അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ ഒതുങ്ങി പോകാൻ തുടങ്ങി. അപ്പോൾ ഈ വീട്ടിൽ ഈ മക്കൾ, ഞാൻ, ചേച്ചി, അതിൻ്റെ താഴെയുള്ള അനിയനും അനിയത്തിയും, ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ട്. അത് ഇവരാരും ശ്രദ്ധിക്കുന്നില്ല. അച്ഛനോ അമ്മയ്ക്കോ. അമ്മ രാവിലെ പോകും, വൈകിട്ട് പണി മാറ്റിയിട്ട് വൈകിട്ട് വരും. അച്ഛനും എല്ലാവരും രാവിലെ പോകും, വൈകിട്ട് വരും. ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് ഞങ്ങൾ വന്നിട്ട് അവിടെ ഉള്ളത് ചേച്ചിയാണ്, എൻ്റെ നേരെ മുകളിലുള്ള ചേച്ചി. അവളിപ്പോൾ പിന്നെ ആളില്ല. അപ്പോൾ അവൾ പിന്നെ കുക്കിങ്ങൊക്കെ അവളുടെ ഒരു ഇതാണ്. അങ്ങനെ അവൾ ഓരോന്ന് വെച്ചുണ്ടാക്കും. പിന്നെ മൂത്ത ചേച്ചി ഉണ്ടായിരുന്നു, അവൾ വെച്ചുണ്ടാക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു.
അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് പിന്നെ വലിയ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു പോയി. ഇതിൽ തന്നെ ഞാൻ കുറേ സംഭവങ്ങൾ നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത അത്രയും ചില സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. അത് ഞാൻ പറയുന്നില്ല, കാരണം അതൊക്കെ പാസ്റ്റ്. പിന്നെ അതല്ല, നമ്മളിപ്പോൾ നമ്മുടെ ലൈഫ് എന്താ വെച്ചാൽ ഇതിൽ പല വ്യക്തികളും ജീവിച്ചിരിക്കുന്നവരും അവർ സമൂഹത്തിൽ പല പിന്നെ ആളുകളുടെ ഇടയിലും വലിയ വലിയ നല്ല മുഖങ്ങൾ വെച്ച് നടക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മളായിട്ട് അവരെ ദ്രോഹിക്കുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും അതിൻ്റെ ചെറിയ എന്താ പിന്നെ നല്ല മോശമാക്കാത്ത രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പറയും, നമ്മുടെ അനുഭവങ്ങൾ പറയുന്ന സമയത്ത്. അങ്ങനെ അച്ഛനും പിന്നെ വീട്ടിൽ അച്ഛൻ മക്കളല്ലാത്ത ലെവലിൽ കാണുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ വരുന്നു. പിന്നെ അങ്ങനെ പെട്ടെന്ന് അമ്മ ഇതിലിടപെടുകയും അമ്മ ചേച്ചിയുടെ കല്യാണം നടത്തുന്നു. അച്ഛൻ അതിന് വേണ്ട പോലുള്ളൊരു സഹകരണം അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അത് കഴിഞ്ഞ് പിന്നെ ചേച്ചി വേറൊരു വലിയ തറവാട്ടിൽ പോയി പിന്നെ കയറുന്നു. അളിയനും അവിടെ കുടുംബജീവിതം അവരങ്ങനെ അവിടെ ആയി. പിന്നെ ഇവിടുത്തെ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും എൻ്റെ നേരെ മുകളിലുള്ള ചേച്ചിയുടെ മുകളിലേക്ക് വന്നു. അവളാണ് പിന്നെ കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിനിടയിൽ അച്ഛൻ്റെ ഈ മദ്യപാനവും ഇതൊക്കെ കൂടുതലായിട്ട് വരുന്നു. ഇതിൽ ഇടപെടാനൊരു സാഹചര്യം ഉണ്ടായിരുന്നത് എൻ്റെ ഏട്ടനായിരുന്നു. ഏട്ടന് അതിനുള്ളൊരു പക്വതയും കാര്യങ്ങളും വന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇടപെടേണ്ടതാണല്ലോ, പക്ഷേ ഇടപെട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അമ്മ അച്ഛനോട് ഉടക്കി വേറെ പോകുന്നു. അങ്ങനെ ഞാനും ചേച്ചിയും എൻ്റെ ജ്യേഷ്ഠനും അച്ഛനും ഞങ്ങൾ ഒരു 4 പേര് വീട്ടിൽ, ഞങ്ങൾ 4 പേര് മാത്രമാകുന്നു. ചെറിയ അനിയത്തിയും കൂടി അന്ന് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മ പോണ സമയത്ത് അനിയത്തി ഉണ്ട് ഇവിടെ. പക്ഷെ അമ്മ പോയപ്പോൾ കൊണ്ടുപോയത് അനിയനെ മാത്രമാണ്. അനിയൻ എന്താ വെച്ചാൽ അനിയന് ചെറിയൊരു പിന്നെ അസുഖക്കാരനായിരുന്നു. അവനൊരു പെട്ടെന്നൊരു ശ്വാസം കിട്ടാതെ വരലും അങ്ങനെയൊക്കെ ഉള്ളൊരു ചെറിയൊരു അസുഖം ഉണ്ടായിരുന്ന ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മ അവനെ നല്ല കെയറിങ് ആയിരുന്നു. അവനെ എപ്പോഴും അമ്മ കൂടെ കൊണ്ടു നടക്കും, അങ്ങനെയായിരുന്നു അമ്മ. അപ്പോൾ അവനെ കൂടെ കൊണ്ടുപോയി. അവൻ കരഞ്ഞു വിളിക്കും. അമ്മ പണിക്ക് പോകുന്ന സമയത്ത് തന്നെ അവൻ കരഞ്ഞു വിളിക്കും. കാരണം അമ്മേനെ കാണാതെ അവന് നിൽക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നു. ഏകദേശം വയസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എത്ര വയസ്സുണ്ടാവും, ഒരു 11 വയസ്സ് 12 വയസ്സിൻ്റെ ഉള്ളിലുള്ള 11 വയസ്സൊക്കെ എന്തായാലും അവന് പ്രായം ഉണ്ടാവും. ആ സമയത്താണ് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അനിയത്തിക്കും വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാനൊരു പേടിയും, അനിയത്തിക്ക് ഈ പറയുന്ന അച്ഛനെയും ഏട്ടനെയും ഭയങ്കര ഒരു പേടി, അവരൊരു ഭയം. പിന്നെന്താ വെച്ചാൽ അമ്മ ഇല്ലാതെ വളരെയല്ലേ. അതെ, അതിൻ്റെ ഒരു പ്രശ്നം. നമുക്ക് എല്ലാവർക്കും നമ്മുടെ അച്ഛനെയും ഏട്ടനെയൊക്കെ ഒരു പേടിയാവൂലോ, പൊതുവെ ഒരു പേടി സ്വപ്നം ആവുമല്ലോ നമ്മൾ അച്ഛൻ. ഒന്നാമത് വെച്ചാൽ അച്ഛനെ പിന്നെ എന്താ പറയുക, ഈ ഒരു പിന്നെ വെള്ളടിച്ച് വരുന്ന ഒരാളുടെ ഒരു സമീപനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക, ഒച്ചയിട്ട് സംസാരിക്കുക, അതുപോലെ വഴക്ക് പറയുക, നല്ല വഴക്ക് പറയുക. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു പേടി ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഒരു പേടിയൊക്കെ കൂടെ ആയിട്ട് അവൾക്ക് വീട്ടിൽ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞ് അങ്ങനെ അമ്മ ഒരു തവണ നാട്ടിൽ വന്ന സമയത്ത് അവളും അമ്മയുടെ കൂടെ പോയി. അങ്ങനെ വീട്ടിൽ ഞാനും എൻ്റെ പിന്നെ നേരെ മുകളിലുള്ള ചേച്ചിയും പിന്നെ ജ്യേഷ്ഠനും മാത്രമായിട്ട് പോയി, അച്ഛനും ഞങ്ങൾ മാത്രം 4 പേരായി വീട്ടിൽ. അങ്ങനെ ഇരിക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്താ പറയുക, ഞങ്ങൾ ഇണങ്ങിയും പിണങ്ങിയും ഞാനും ചേച്ചിയും ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഞാൻ ചോറിനെ കുറച്ച് അധികം കറി എടുത്ത് അതിൽ കുറച്ച് കറി ഉണ്ടായിരുന്നില്ല, അതിന് കുറച്ച് കൂടുതൽ കറി ഞാനെടുത്ത് അവളെന്നോട് വഴക്കിടും, ഞങ്ങൾ തമ്മിൽ തെറ്റും. 2 ദിവസം തെറ്റി നടക്കും. പിന്നെ 3ാമത്തെ ദിവസം ഞങ്ങൾ തമ്മിൽ മുണ്ടും. അപ്പോഴേക്ക് അവൾ എന്തെങ്കിലും സംഭവം ചെയ്യും, അതെനിക്ക് പറ്റില്ല, അപ്പോൾ ഞാൻ അങ്ങോട്ട് തെറ്റും. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇണങ്ങിയും പിണങ്ങിയും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ലൈഫ് ആസ്വദിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയില്ല. ആസ്വാദനം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കൂട്ടിപ്പിടിക്കാൻ ആളില്ല. ഒരു തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാനോ അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറഞ്ഞു തരാനോ പറയാനോ ഒരാളുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് പിന്നെ കുറച്ചു കാലം പോകുന്നത്. അമ്മ ഇല്ലാത്തൊരു ലൈഫ് നമുക്ക് എല്ലാവർക്കും അറിയണതാണ്. നമ്മളെ അച്ഛനില്ലെങ്കിൽ പോലും നമ്മുടെ അമ്മമാര് നമ്മുടെ മക്കളത് അറിയിക്കില്ല. അച്ഛനില്ല എൻ്റെ കുട്ടികൾക്ക്, അതുകൊണ്ട് അത് പാടില്ല പക്ഷെ അമ്മ ഇല്ലാതെ നമ്മൾ അച്ഛൻ്റെ കീഴിൽ വളരുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ട്. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ ആ പരിമിതിയിലൂടെയാണ് അവർ വളർന്നത്. പിന്നെ സമൂഹത്തിൻ്റെ അടുത്തുനിന്നുള്ള അത് വലിയ കുത്തുവാക്കുകളായിരുന്നു. കാരണം ആ പ്രായത്തിൽ ആ 12 വയസ്സുകാരൻ ആളുകളോട് സംസാരിക്കാൻ അവന് ഭയമായിരുന്നു. അവന് പിന്നെ പുറത്തിറങ്ങാനൊരു ഭയം. അവന് പിന്നെ എന്താ വെച്ചാൽ ചില ആളുകൾ എന്താ പറയുക, രാഷ്ട്രീയം എന്ന് പറയുന്നില്ല ഞാനതിൽ, പിന്നെ ചില സംഘടനാപരമായിട്ടുള്ള ചില ആളുകളുടെ ഇടപെടലുകൾ അവർ നമ്മളോട്, ഞാനും എൻ്റെ നേരെ മുകളിലുള്ള ചേച്ചിയൊക്കെ നടന്നു പോകുന്ന സമയത്ത് എന്നൊക്കെ വിരട്ടി ഞാൻ 12 വയസ്സുകാരനായിട്ടുള്ള എന്നെയും 13-14 വയസ്സുള്ള എൻ്റെ ചേച്ചിയൊക്കെ വിരട്ട് എന്താണെന്നറിയോ, നിങ്ങളുടെ അമ്മയെ ഞങ്ങൾ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും കൊല്ലും, അങ്ങനത്തെ ഒക്കെ സംസാരങ്ങൾ, നിങ്ങളെ ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കില്ല, അങ്ങനത്തെ ഒക്കെ മീനിങ് വരുന്ന സംസാരങ്ങൾ. ഞാനീ പറഞ്ഞതല്ല കേട്ടോ, വേറെ ശൈലിയാണ് അവർ ഉപയോഗിച്ചത്. അങ്ങനത്തെ സംസാരങ്ങൾ അവരുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ നമുക്ക് അവരെയും പേടി, അങ്ങനത്തെ ആളുകളെ കാണുന്നതും പേടി, പല രീതിയിൽ പല ആളുകളെ കാണുന്നത് നമുക്ക് പേടിച്ചിട്ടുള്ളൊരു ജീവിതമായിരുന്നു. ആ ഒരു 12 വയസ്സ് 13 വയസ്സ് ആസ്വദിച്ചിട്ടില്ല. സത്യമാണ്, ആസ്വദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് ഇങ്ങനെ മദ്യപാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും
ഒരു പിന്നെ എന്താ പറയുക ഇട്ടെടുക്കാൻ അല്ലെങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കാനൊന്നും ഞങ്ങൾക്കൊരു തടസ്സം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. പട്ടിണിക്ക് ഇട്ടിട്ടില്ല അച്ഛൻ, അത് അന്നും ഇന്നും ഞങ്ങൾക്ക് പറയാം. പട്ടിണിക്ക് ഇട്ടിട്ടില്ല. പിന്നെ ഭക്ഷണമൊക്കെ എന്താ പറയുക 3 നേരം 4 നേരം എങ്ങനെ വെച്ചാൽ കഴിക്കാൻ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കാലം അങ്ങനെ പോയി. അങ്ങനെ പോകുന്നതിനിടയിൽ ഞാൻ പറഞ്ഞില്ല, ഞാനും ചേച്ചിയും തമ്മിലിങ്ങനെ ചെറിയ ഉടക്കുകളൊക്കെ ഉണ്ടാകുന്നുള്ളത്. അതുപോലെ ചേട്ടനായിട്ടാണെങ്കിൽ എൻ്റെ നേരെ ജ്യേഷ്ഠനായിട്ടാണെങ്കിലും ഇതുപോലെ ചെറിയ ഉടക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ അത് ചെറിയ ഉടക്കുകളായിരുന്നു. പക്ഷേ അതിൻ്റെ പിന്നിൽ വലിയ കഥകളുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പിന്നീടാണ് അറിയുന്നത്. അത് കഴിഞ്ഞു പെട്ടെന്നൊരു ദിവസം, ഒരു വൈകുന്നേര ദിവസം, അത് പറയാമല്ലോ അല്ലേ മരണത്തിൻ്റെ സംഭവം. പിന്നെ ഞാൻ അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഞാൻ 98 കാലഘട്ടത്തിലാണ് കേട്ടോ. സ്കൂൾ തലത്തിൽ നാടകത്തിൽ അഭിനയിക്കുകയാണ് ഞാൻ. നാടകത്തിൽ അഭിനയിക്കാൻ പോകാണ്ടെങ്കിൽ അന്നും ഈ പറഞ്ഞതുപോലെ നമ്മൾ സ്കൂളില്ലെങ്കിലും അന്ന് ഗേറ്റൊന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ സ്കൂളിൽ എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം. പിന്നെ അവിടെ നാടകത്തിൻ്റെ സ്കൂൾ യുവജനോത്സവത്തിലുള്ള നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് നാടകം കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവിടെ പോയിരിക്കും എന്നല്ലാതെ ഒരാളോടും സംസാരിക്കാനോ പിന്നെ ഇതാക്കാനൊന്നുമില്ല. പേടിച്ചിട്ട് ഇങ്ങനെ മിണ്ടാതെ വിട്ടു പോയിരിക്കുക. അപ്പോൾ അവിടെ നാടകത്തിൽ നമ്മുടെ എൻ്റെ ആശാൻ പാർത്ഥസാരഥി, കുളത്തൂർ എം പാർത്ഥസാരഥി, അദ്ദേഹം ഉണ്ട് അതിൻ്റെ ഇടയിൽ. പിന്നെ അതുപോലെ പട്ടാമ്പി എന്നുള്ളൊരു നാരായണ മാഷുണ്ട്. നാരായണ മാഷാണ് നാടകം പഠിപ്പിക്കുന്നത്. അവിടുത്തെ വായനശാല, യുവജന സംഘം വായനശാലയാണ് ഈ നാടകം പിന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. ക്രിയേഷൻ അവരാണ്. അപ്പോൾ അവർ ഒരുപാട് ഉദ്യോഗസ്ഥരാണ് വായനശാലയിലുള്ളത്, വലിയ വലിയ ഉദ്യോഗസ്ഥരാണ് അവർ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്തിട്ടാണ് ഈ നാടകം സ്റ്റേജിലെത്തിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ നാടകം. അപ്പോൾ അത് പഠിപ്പിക്കാൻ വേണ്ടി പട്ടാമ്പിയിൽ നിന്ന് ഒരാൾ വരുന്നു. പിന്നെ കുളത്തൂരുള്ള നാടകക്കാരെല്ലാവരും കൂടി ഒത്തൊരുമിക്കുന്നു. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഒരു 5 ഹാളുണ്ട് സ്കൂളിൽ, അതിൽ നാടകം കാണാൻ വേണ്ടി പോയിരിക്കുന്നു. അങ്ങനെ നാടകം കാണാൻ വേണ്ടി ഞാൻ ഇരിക്കുന്നത് സൂചിക്കിരിക്കുക എന്ന് പറയും. 2 കാലും ഇങ്ങനെ നിവർത്തി നമ്മളിങ്ങനെ പിന്നെ നിലത്ത് പതിഞ്ഞിരിക്കുമല്ലോ, അങ്ങനെ പതിഞ്ഞിരുന്നിട്ട് ബെഞ്ചിൽ കയ്യും വെച്ചിട്ട് ഞാൻ ഇരുന്ന് ഇങ്ങനെ നാടകം കാണും. അങ്ങനെ കണ്ട് ഞാനന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ ക്ലാസ് ലീഡർ അവൻ ആണ് ഈ നാടകത്തിൽ ഒരു മെയിൻ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ എത്ര ചെയ്തിട്ടും ശരിയാവാത്തൊരു റോള് ഞാനിങ്ങനെ ഇരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കല്ലേ. സാരഥിയേട്ടൻ വന്ന് വിളിച്ചതിനോട്, ഇടാ എന്നെ ഉണ്ണിന്ന് വിളിക്കും. ഉണ്ണി ഇവിടെ വന്നാ എന്തേ നീ പിന്നെ അവൻ ചെയ്ത പോലെ ചെയ്തു നോക്ക് വെറുതെ ആയിരുന്നു. ഞാൻ ചെയ്താൽ ശരിയാവില്ല, എനിക്കത് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പരമാവധി ഞാൻ ഒഴിഞ്ഞു മാറി. പക്ഷേ വിട്ടില്ല, നീ വാ കയറി നോക്ക്. അങ്ങനെ എന്നെ കൊണ്ടുപോവുകയാണ്. ഒരു ഉയർന്ന സ്റ്റേജിലാണ് ഈ റിഹേഴ്സൽ നടക്കുന്നത്. ഞങ്ങളൊക്കെ താഴത്തിങ്ങനെ ഇരുന്ന് കാണും. അപ്പോൾ ഞാൻ കയറി ചെന്ന് ഫസ്റ്റ് ഞാൻ ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഓക്കെ, ഇത് ശരിയാണ്, നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെയാണ്. പക്ഷേ ഒന്നും കൂടി ഒന്ന് ചിരിച്ചു മാറണം. അങ്ങനെ ഒന്നും കൂടി ചിരിച്ചു വന്നു. അത് പക്കയായിരുന്നു. എന്നോട് പറഞ്ഞു ഇനി ബാക്കിയുള്ള ഡയലോഗൊക്കെ ഒന്ന് പറയുമായിരുന്നു. അങ്ങനെ ഞാൻ ഡയലോഗ് പറഞ്ഞു. ഡയലോഗ് പറഞ്ഞ സമയത്ത് അതും പക്കയാണ് പറഞ്ഞു. ശരി. അത് കേട്ടപ്പോഴേക്കും അപ്പുറത്ത് നിന്ന് തേങ്ങലും കരച്ചിലും കേൾക്കാൻ തുടങ്ങി. എനിക്ക് മുമ്പേ എൻ്റെ ആ വേഷം ചെയ്തുകൊണ്ടിരുന്ന അവൻ്റെ കരച്ചിലാണത്. അവൻ അല്ലമുറയിട്ട് കരയുക. അവൻ ആ കുടുംബത്തിലെ ചെറിയ മകനാണ്. പിന്നെ അവനൊരു മുമ്പൊരു എന്തൊക്കെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ വളരെ കൊഞ്ചിച്ചിട്ടും ലാളിച്ചിട്ടുമാണ് അവനെ വളർത്തിയിട്ടുള്ളത്. അപ്പോൾ അവന് അല്ലമുറട്ട് കരയുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സാരേട്ടാ അവനെ കരയുന്നുണ്ട്, ഞാൻ മാറട്ടെ, ഞാൻ ഇതിൽ ചെയ്യണോ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അവന് നമുക്ക് വേറെ എന്തെങ്കിലും റോള് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവൻ അതിനൊന്നും നിന്നില്ല. അവൻ തെറ്റിപ്പോയി. ആ ടീമിൽ നിന്നേ അവൻ പോയി. അങ്ങനെ അത് കഴിഞ്ഞു. ആ നാടക സ്റ്റേജിൽ കയറി സ്കൂളിൽ നാടകത്തിൽ അതിൽ ഞാൻ എൻ്റെ സൂചിക്കിരിക്കുന്ന ഇതൊക്കെ കണ്ടിട്ട് ഞാനതിൽ തറഭൂതത്തിൻ്റെ വേഷം ഞാൻ ചെയ്തു. ആ തറഭൂതം ഇങ്ങനെ കാല് പരത്തിയിരിക്കുന്നതും പിന്നെ കണ്ണുകൊണ്ട് പൈസ എടുക്കുന്നതൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ ഞാൻ ചെയ്തു. അങ്ങനെ സ്കൂളിൽ ഞാൻ നാടകത്തിൽ പിന്നെ നല്ല നടനായി. നാടകം ഫസ്റ്റ് എ ഗ്രേഡ് ഞങ്ങൾ സബ് ജില്ലയിലേക്ക് തിരഞ്ഞെടുത്തു. ആ സമയം അതൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഒരു ദിവസം രാത്രി ഞങ്ങളവിടെ ഒരു പിന്നെ കോളനി ഉണ്ട്. അപ്പോൾ കോളനിയിൽ പിന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവിടെയാണ്. ഞാൻ നടന്ന് വളർന്നത്, തിന്നും കുടിച്ചും വളർന്നത് ഞാൻ അവിടെയാണ്. തിന്നും കുടിച്ചും കളിച്ചും വളർന്നത് ഞാൻ ആ കോളനിയിലാണ്. അവിടുത്തെ ഓരോ വീടുകളിലും ഓരോ കോലായികളിലും ഓരോ സിറ്റൗട്ടുകളിലും ഞാനിരുന്ന് നിരങ്ങിയ അടയാളങ്ങളൊന്നും ഉണ്ടാവും. ഇപ്പം ഉണ്ടായിക്കോളുന്നില്ല കേട്ടോ, ആ വീടുകളൊക്കെ മാറി. ഇപ്പം അതൊക്കെ 2 നില അല്ലെങ്കിൽ 1 നില പിന്നെ വാർത്ത വീടുകളായി, ടൈൽസിട്ട വീടുകളായി. അന്നതൊക്കെ പിന്നെ പുല്ലുമേഞ്ഞതും ഓടുമേഞ്ഞതും പിന്നെ നമ്മുടെ സാധാ ചാണകം തേക്കുന്നതൊക്കെ ആയിട്ടുള്ള വീടുകളായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മയാണ് കേട്ടോ. ഇന്ന് അങ്ങനത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ വീടുകളൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണെന്നുള്ള ഫോട്ടോ കാണിച്ചു കൊടുക്കേണ്ടി വരും. നമ്മൾ ഫോട്ടോ ഉണ്ടോയെന്ന് പോലും അറിയില്ല. അപ്പോൾ അങ്ങനത്തെ വീടുകളിൽ അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ്റെ വീട്ടിൽ ഞാൻ ഇരുന്നിട്ട് പിന്നെ കളറിന് ഞാൻ ചിത്രം വരയായിരുന്നു അന്ന്. അപ്പോൾ അവൻ ചിത്രം വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അവൻ ചിത്രം വരുമ്പോൾ അതിൻ്റെ കൂടെ ഇരുന്നിട്ട് ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയാണ് പിന്നെ അത് ഇങ്ങനെയാണ് ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഞാനത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് അടുത്ത് പിന്നെ അമ്മടുത്തിമ്മ എന്നൊക്കെ പറയും, പേര് പറയാൻ പറ്റുമോ? എന്നോട് പറഞ്ഞു, പിന്നെ ഉണ്ണിയെ ഈ എവിടെ നിന്നാണ് വരുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ
ഇവിടെ നമ്മുടെ പിന്നെ എൻ്റെ വീട്ടിലായിരുന്നു. നമ്മുടെ ഫ്രണ്ടിൻ്റെ പേര് പറഞ്ഞു, അവൻ്റെ വീട്ടിലായിരുന്നു. ഞാൻ പേരുകളൊന്നും പറയുന്നില്ല കേട്ടോ, കാരണം ഇനി അത് ഒരു രീതിയിൽ ആർക്കും ഒരു ദ്രോഹമായിട്ട് മാറരുത്, ആർക്കും ഒരു വേദനയായിട്ട് മാറരുത്. അതുകൊണ്ട് കൂടുതലും പരമാവധി പേരുകൾ ഞാൻ ഒഴിവാക്കുകയാണ്. അപ്പോൾ ഞാൻ അവൻ്റെ പേര് പറഞ്ഞു, അവൻ്റെ വീട്ടിലായിരുന്നു പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, പിന്നെ നീ പിന്നെ വീട്ടിലേക്ക് ചെല്ല് വേഗം പറഞ്ഞു. അപ്പോൾ എന്താ ചോദിച്ചു. വേഗം ചെല്ലേ, വീട്ടിൽ ചെല്ല്, എന്തോ ഒരു കാര്യം ഉണ്ട് അവിടെ പറഞ്ഞു. അപ്പോൾ എന്താ നിങ്ങൾ പറയും, കാര്യം എന്താ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, സുന്ദരി, അതായത് എൻ്റെ ചേച്ചി, എൻ്റെ നേരെ ചേച്ചി മേലിൽ കൂടെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച്. എനിക്കാകെ ഒന്നാമത് പ്രായം വളരെ ചെറുതാണ്, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, എന്താണ് സംഭവിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാൻ കുറച്ച് നേരം അങ്ങനെ മിണ്ടാതിരുന്നു. ഞാൻ അതിൽ പിന്നെ വേഗം ചെല്ലു, വീട്ടിലേക്ക് ചെല്ലു പറഞ്ഞു. എന്തോ ഒരു കയ്യബദ്ധം പറ്റിയിട്ടുണ്ട്, ചേച്ചീനെ ആശുപത്രിക്ക് കൊണ്ടുപോയിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ തമാശ പറയില്ലായിരുന്നു. ഞാൻ ചിരിച്ചോണ്ട് തന്നെ അപ്പോഴതൊക്കെ കേൾക്കുന്നത് ഞാൻ ചിരിച്ചോണ്ടാണ്. ഒന്നാമത് എനിക്കത് മനസ്സിലാക്കാനുള്ള ഒരു പക്വതയൊന്നും ആയിട്ടില്ല അന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീട്ടിലേക്ക് ഓടിയപ്പോൾ വീട്ടിലാരുമില്ല. വീട് വാതിലൊക്കെ ചാരി വെച്ചിട്ടുള്ളൂ. പിന്നെ എന്തോ ആകെ ഒരു കരിഞ്ഞ മണം, വീടിനകത്തൊക്കെ ആകെ എന്തോ ഒരു തുണിയൊക്കെ കത്തിയിട്ടുള്ള ഒരു കരിഞ്ഞിട്ടൊക്കെ ഉള്ളൊരു സ്മെല്ല്. അങ്ങനെ അത് കണ്ടപ്പോൾ ഞാൻ വേഗം അവിടുന്ന് പിന്നെ അടുത്തുള്ളവരൊക്കെ പറഞ്ഞു, അങ്ങോട്ട് ആശുപത്രിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞങ്ങളുടെ നാട്ടിലൊരു ആശുപത്രി ഉണ്ട്, അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ ഞാനന്ന് ഒരു പരിപാടിക്ക്, ഒരു ക്യാമ്പിന് പോയിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരു യൂണിഫോമുണ്ട്, അതിൻ്റെ ഒരു ഷാള് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഷാളിൽ പുതച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. മേലുള്ള തോല് ഫുള്ള് പോയിട്ടുണ്ട്. പിന്നെ ഫുള്ള് പൂവാറിന് അങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ തോലിങ്ങനെ ചുളിഞ്ഞ്, നമ്മൾ പ്ലാസ്റ്റിക് കത്തിയാൽ നിൽക്കില്ലേ, അതുപോലെ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ ചുളിഞ്ഞ് നിൽക്കുന്നുണ്ട് തോല്, അങ്ങനെ പൊതിഞ്ഞിട്ടായിരിക്കുന്നത്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് സമാധാനമായില്ലേ ഇപ്പോൾ ചോദിച്ചു. അപ്പോൾ അന്ന് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ഉടക്കിലായിരുന്നു, ഒരു സൗന്ദര്യപ്പണക്കം. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ അവിടുന്ന് ആശുപത്രിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് പെരിന്തൽമണ്ണ, ഞങ്ങളെ അടുത്തുള്ള ഏറ്റവും കൂടുതൽ ആശുപത്രികളുള്ള സ്ഥലമാണ് പെരിന്തൽമണ്ണ, അങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിലുള്ള വെയിറ്റിങ്ങിലാണ് അവർ. എനിക്കതൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ അപ്പോഴേക്കൊരു വണ്ടി വരുന്നു. ആ വണ്ടിയിൽ ഞങ്ങൾ പോവുകയാണ് പെരിന്തൽമണ്ണയിൽ വലിയൊരു ആശുപത്രി പോയി. ആ ആശുപത്രിയിൽ നിന്ന് പിന്നെ മടക്കി അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഇതൊന്നും നമുക്കറിയില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെ ആദ്യമായിട്ടാണ് ആ പ്രായത്തിൽ അങ്ങനെ ആശുപത്രികളിലും അത്ര വലിയ ആശുപത്രികളിലും ഒക്കെ എത്തിപ്പെടുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ചെന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ ഇങ്ങനെ മുറുമുറുപ്പ് തുടങ്ങി. അപ്പോൾ അപ്പുറത്തുള്ള ബെഡിലുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, പിന്നെ ഇന്ന് രാവിലെ കൊണ്ടുപോയിട്ടുള്ളൂ, അതിലുണ്ടായിരുന്നേനെ മരിച്ചു. ആ ബെഡിൽ വന്നവരാരും രക്ഷപ്പെട്ടു പോയിട്ടില്ല. ഒക്കെ ഇന്ന് രാവിലെ മരിച്ചിട്ടാണ് കൊണ്ടുപോയത്, പിന്നെ മുന്നേ കൊണ്ടുപോയതൊക്കെ മരിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നുണ്ട് അവർ. നമുക്ക് ഇതൊന്നും അറിയില്ല, അന്ന് മരണം എന്താണെന്ന് പോലും അറിയാനുള്ളതായിട്ടില്ല. മരിപ്പ് നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ അതൊക്കെ ഒരു കഥയാണ്. പിന്നെ ഒരു ദിവസം അവിടെ കടന്നു. പിന്നെ ഞങ്ങളുടെ അയൽവാസി ഒരു ഏട്ടുണ്ട്, മൂപ്പരാണ് പിന്നെ മേല് പൊള്ളിയതല്ലേ, അപ്പോൾ ഒരു ഓയിൽമെൻറ്റ് തേക്കാനുണ്ട്. കാരണം ഇവർക്ക് പൊള്ളിക്കഴിഞ്ഞാൽ നമുക്ക് ശരീരം ഉണ്ടല്ലോ, നമ്മൾ വിരലൊക്കെ ചെറുതായിട്ടൊന്ന് പൊള്ളിക്കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ചുട്ടു നീറിലുണ്ടാവുമല്ലോ, അങ്ങനെ നീറിലുണ്ടാവും. ഇങ്ങനെ കിടന്നിട്ട് എന്നിട്ടിങ്ങനെ ഒരു എന്താ പറയുക, ഒരു ശബ്ദമാണെന്ന് അതൊക്കെ ഓർക്കാൻ വയ്യ. കാരണം അത്രയും നമുക്കൊരു വിരലിൻ്റെ ഒരു അറ്റം ചെറുതായിട്ടൊന്ന് പൊള്ളുമ്പോഴേക്കും നമുക്ക് എത്ര വേദന വരുന്നുണ്ട്. അപ്പോൾ ശരീരം മുഴുവൻ പൊള്ളിയിട്ട് കണ്ണ് തുറക്കാൻ പോലും പറ്റാതെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടക്കുന്ന ഒരാളുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അവൾ അങ്ങനെ കിടക്കുക, വേദന സഹിച്ച് കിടക്കുക. അങ്ങനെ പിന്നെ ഇയാളാണ് ഈ ഓയിൽമെൻറ്റ് മുഴുവൻ മേത്ത് തേച്ച് കൊടുക്കണം. അച്ചപ്പോഴും അതിനപ്പുറത്ത് കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്, ഏട്ടനും അങ്ങനെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അവരാരും എനിക്ക് മുഖം തരുന്നില്ല അവർ. അങ്ങനെ പിന്നെ ആ അച്ഛനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് സംഭവിച്ചത്. അപ്പോൾ പറഞ്ഞു അച്ഛനും മറ്റേ ഏട്ടനും അവളും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ അവൾക്ക് എന്തോ അന്ന് വാശി ഉണ്ടായിരുന്നു കേട്ടോ. വാശി ഇപ്പോൾ അന്ന് എനിക്കും ആ പ്രായത്തിൽ എനിക്കും അന്ന് വാശി ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ അവൾക്ക് വാശിയിൽ അവൾ ഒന്നാം സ്ഥാനത്തായിരുന്നു വീട്ടിൽ. അപ്പോൾ പിന്നെ എന്തോ കാര്യത്തിന് അവർ തമ്മിലെന്തോ പറഞ്ഞ് തെറ്റിയതാണ്, പിന്നെ അവളെന്തോ ചെയ്തതാണ്, അല്ലാതെ പിന്നെ നമ്മൾ ആരും ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഇവളുടെ അടുത്തേക്ക് തന്നെ വന്നു. ഇവളുടെ അടുത്തേക്ക് തന്നെ വന്നപ്പോൾ പിന്നെ ഇവൾ ഒന്ന് ബോധം വന്നിട്ടുണ്ട്, വേദനയൊക്കെ ഒന്ന് കുറഞ്ഞ് ബോധം വന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട് എന്നെ വിളിച്ചിട്ട് എനിക്ക് കുറച്ച് വെള്ളം തരുമോ ചോദിച്ചു. ചോദിച്ചപ്പോൾ പിന്നെ എന്നോടുള്ള അവളുടെ പിണക്കം മാറിയെന്ന് എനിക്ക് മനസ്സിലായി. അതിൽ ആ ഒരു ഇതിൽ മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്.
കാരണം അവളെന്നോട് ആ പിണക്കത്തോടെ തന്നെയാണ് അവൾ ഞങ്ങളിവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല ഈ ജന്മത്തിലെനിക്ക്. അവളെന്നോട് കുറച്ച് വെള്ളം തരുമോ ചോദിച്ചു. ഞാൻ വെള്ളം കൊടുത്തു. 1-2 പ്രാവശ്യമായിട്ട് അവളെ വെള്ളം ഇറക്കി. അത് കുടിച്ചതിന് ശേഷമാണ് അവൾ പോകുന്നത്. അന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛൻ്റെ കൂടെ പോരുന്ന സമയത്ത് അച്ഛനോട് ഞാൻ ആദ്യമായിട്ട് മരിച്ചിട്ട് ഞങ്ങളന്ന് പോരുകയാണ് അവിടെ നിന്ന്. അച്ഛനോട് ചോദിച്ചു, പിന്നെ ഇവളിനി എന്നാ വെച്ചാൽ നമുക്ക് തിരിച്ച് കിട്ടുകയാണ്, ഇവളിനി എന്നാ വരിക ചോദിച്ചു ഞാൻ. അന്ന് അച്ഛൻ തമാശയ്ക്കാണോ എന്നെ കളിയാക്കാനാണോ എന്തുകൊണ്ടോ അച്ഛൻ ഒരു മറുപടി പറഞ്ഞു എന്നോട്. നിൻ്റെ മകളായിട്ടോ അല്ലെങ്കിൽ ഏട്ടൻ്റെ മകളായിട്ടോ അല്ലെങ്കിൽ ചേച്ചിക്ക് ഉണ്ടാകുന്ന മക്കളിലോ അങ്ങനെ ആരെങ്കിലും ആയിട്ട് നമ്മുടെ കുടുംബത്തിൽ വീണ്ടും അവൾ വന്ന് പിറക്കും എന്ന് പറഞ്ഞു. ഇന്ന് എനിക്ക് എൻ്റെ മോളെ കാണുമ്പോൾ എനിക്കെൻ്റെ മരിച്ചുപോയ പെങ്ങളെയാണ് ഓർമ്മ വരിക. അവളോട് ഒട്ടുമിക്ക ആളുകളും പറയുന്നുണ്ട്, നിന്നെ കണ്ട നിൻ്റെ അമ്മായിയുടെ പോലെ ഉണ്ട്. ഇത്രയും സംഭവങ്ങൾ നമ്മൾ ക്ഷമിച്ചും സഹിച്ചും ഒക്കെ ആണ് നമ്മുടെ ആ പ്രായം കഴിഞ്ഞു പോരുന്നത്. ആ ഒരു കലാരംഗത്തേക്ക് എത്തിപ്പെട്ടതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ മറന്നു പോകും. പക്ഷേ എങ്കിലും നമ്മുടെ നാട്ടിലേക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകളുടെ കളിയാക്കലുകളും നോക്കി ചിരികളും, നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ നോക്കിയിട്ടൊരു ചിരിയാണ്. കാരണം അമ്മ അങ്ങനെ പോയി, പെങ്ങൾ മരിച്ചു പോയി, പിന്നെ ഏട്ടനോ ബാക്കിയുള്ളവരൊക്കെ അവരവരുടെ ഭാഗങ്ങൾ ക്ലിയറാക്കി അവരൊക്കെ അവരവരുടെ ജീവിതത്തിലേക്ക് മാറി. അതിനിടയിൽ ഞാൻ അവിടെ ഒരു ക്ലബ്ബിൽ കലാരംഗത്തുണ്ട്. നാടകങ്ങളിലും അഭിനയിക്കലും പിന്നെ കുട്ടികളുടെ നാടകങ്ങൾ സംവിധാനം ചെയ്യലും നാടകങ്ങൾ എഴുതലും കഥകൾ എഴുതലും കവിതകൾ എഴുതലും ഒക്കെ ആയിട്ട് അങ്ങനെ പതുക്കെ ഇങ്ങനെ മാറി വരുന്നു. ഏട്ടൻ്റെ കല്യാണം കഴിയുന്നു. ചേച്ചി മരിച്ചൊരു വർഷം കഴിഞ്ഞ് അത് കൂടിയിട്ട് അവൻ വിവാഹിതനാകുന്നു. അങ്ങനെ പിന്നെ വീട്ടിൽ വീണ്ടും ചെറിയ പൊട്ടിത്തെറികളും പ്രശ്നങ്ങളും ഉണ്ടാവുന്നു. അങ്ങനെ അവർ വേറെ താമസമാവുന്നു. വീണ്ടും പിന്നെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 പോകുന്നു. അതിന് മുമ്പ് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ +1 പോകുന്നത് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനിടയിലൊക്കെ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഈ ഒരു വിങ്ങൽ അത് മാറില്ല. അത് നമ്മൾ എത്ര ശ്രമിച്ചാലും ദിവസവും എന്ന് പറഞ്ഞ പോലെ ഒരിക്കലെങ്കിലും നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്ത വരും. ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ആ ഒരു ചിന്ത ഇല്ല. കാരണം ഇപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അത് ഞാൻ പറയാം. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ക്ലബ്ബുണ്ട്. അതിൽ അതിൻ്റെ പ്രസിഡൻ്റായിട്ടും വൈസ് പ്രസിഡൻ്റായിട്ടും ജോയിൻറ്റ് സെക്രട്ടറി ഒക്കെ ആയിട്ട് കുറേ ഇങ്ങനെ പിന്നെ പോയി. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്റ്റാറ്റസ് സമൂഹത്തിലുണ്ടായി. അപ്പോൾ അതുണ്ടായപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മറന്ന് ഫുൾ ടൈം സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള ഒരു ലെവലിലേക്ക് വന്നു. അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വന്നു. കുറഞ്ഞ കാലം രാഷ്ട്രീയത്തിൽ നിന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വിവാഹിതനായി. അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ആ സമയത്ത് വിവാഹിതനാവുന്നതിന് മുമ്പ് എനിക്ക് ഇത്ര ഒരു 4-5 വർഷം ഗ്യാപ്പിട്ട സമയത്ത് അച്ഛൻ വീട്ടിലാരുമില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വീണ്ടും വിവാഹിതനായി. അച്ഛൻ ഈ അമ്മ പോയ സമയത്ത്, ഞാൻ നേരത്തെ പറയണ്ടായിരുന്നു, അമ്മ പോയ സമയത്ത് പെങ്ങൾ മരിച്ച സമയത്ത് ഈ സമയത്തൊക്കെ അച്ഛൻ മുഴുവൻ മദ്യപാനവും അവസാനിപ്പിച്ചു, സിഗരറ്റ് വലി അവസാനിപ്പിച്ചു. അതുവരെ വീട്ടിലുള്ള സകല സാധനങ്ങളും വിറ്റ് പെറുക്കി എന്തെന്ന് പറയുക വെള്ളമടിച്ച് തീർത്തു ആ മനുഷ്യൻ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അച്ഛൻ പച്ച മനുഷ്യനായിട്ട് മാറുകയാണ്. പിന്നെ മദ്യപാനമില്ല. എല്ലാവരും പോയി. അച്ഛൻ 2ാമത് കല്യാണം കഴിച്ച സമയത്ത് പിന്നെ അച്ഛൻ വേറൊരാളായിട്ട് മാറി. അച്ഛൻ വളരെ ഡീസൻ്റായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് മാറി. ആ സമയത്ത് പിന്നെ നമ്മുടെ എന്തെന്നാ പറയുക, ഞങ്ങളുടെ ലൈഫിലുള്ള ആ ഒരു സ്നേഹമല്ല, അതിൻ്റെയൊക്കെ എത്രയോ 10 മടങ്ങ് സ്നേഹം അച്ഛൻ പിന്നീട് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ആ അമ്മയ്ക്ക് കൊടുത്തു. ഞാൻ അമ്മ എന്നല്ല, ഞാൻ ചെറിയമ്മ എന്നാണ് വിളിച്ചിരുന്നത്. ആ കല്യാണത്തിന് ഞാൻ ആദ്യമൊക്കെ എതിർത്തു എന്നുണ്ടെങ്കിലും പിന്നെ ഞാനായിട്ട് ഒരാൾക്ക് ഒന്നിനൊരു തടസ്സമാവരുത് എന്നുള്ളൊരു ചിന്താഗതി വന്നതുകൊണ്ട് പിന്നീട് ഞാൻ അതെ അന്ന് ഇവരോട് ഞാൻ ചോദിച്ചു, കല്യാണം പിന്നെ അവർ കഴിക്കുന്നതിന് നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അവർ കഴിച്ചോട്ടെ, അത് നല്ല തന്നെയാണ് പറഞ്ഞു. അങ്ങനെ ഇവളുടെ സമ്മതം കിട്ടി. അങ്ങനെ ഞങ്ങൾ ആ കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ കല്യാണം സെറ്റാവുന്ന സമയത്ത് അതിൽ
ഒരു പിന്നെ 5 പൈസ ഇല്ല. ഡിഗ്രി കഴിഞ്ഞിട്ട് 7-8 മാസങ്ങളെ ആവുന്നുള്ളൂ. ആ സമയത്താണ് എൻ്റെ കല്യാണം. അതിനിടയിൽ ഞാൻ ഒരു ബാറിൽ നിൽക്കുമായിരുന്നു. ബാറിൽ പിന്നെ ഹൗസ് കീപ്പിങ്ങിൽ സൂപ്പർവൈസറായിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ മറ്റേ സ്മെല്ലും കാര്യങ്ങളും പിന്നെ അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവലും ഒക്കെ കൂടെ ആയിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു. എനിക്ക് അവിടെ നിന്നൊരു ചെറിയൊരു പിന്നെ എന്താ പറയുക മോശമായ രീതിയിലുള്ളൊരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ചെറുപ്രായമല്ലേ, ഞാൻ അവിടെ നിന്ന് പോന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ നാട്ടിൽ വന്ന് നമ്മുടെ കല്ല് വെട്ടുന്ന മെഷീൻ്റെ ഷോറൂമിലെ മാനേജിങ് ഇൻചാർജായിട്ട് പിന്നെ ട്രെയിനിയായിട്ട് വർക്ക് ചെയ്തു. ആ സമയത്താണ് എൻ്റെ കല്യാണം. ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ ബിഫോർ മാരേജിൽ ഞാൻ അനുഭവിച്ച എൻ്റെ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഞാൻ അതിൽ കൂടുതൽ പറഞ്ഞിട്ടില്ല. സന്തോഷങ്ങൾ കൂടുതലായിട്ടൊന്നുമില്ല. പിന്നെ ഇതിൽ തന്നെ പച്ചയായിട്ടുള്ള സത്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിൽ പറയാതെ വിട്ട കുറേ കാര്യങ്ങളുണ്ട്. അതിന്ന് എന്താ പറയുക, ഒരുപാട് ആളുകളെ ഞാനതൊക്കെ വിളിച്ച് പറഞ്ഞെങ്കിൽ ഒരുപാട് ആളുകൾക്ക് അത് വേദനകളാവും. അതുകൊണ്ട് തൽക്കാലം ഞാനതൊന്നും പറയുന്നില്ല. എന്തായാലും ഇത്രയും ഭാഗമാണ്, ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ വിവാഹത്തിന് മുമ്പ് എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ. പിന്നെ അതല്ലാതെ ഈ അമ്മ പോയ സമയത്തൊക്കെ നമുക്ക് ചില വ്യക്തികളിൽ നിന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനത്തെ സംസാരങ്ങൾ, കുറേ ആളുകളിൽ നിന്ന് കളിയാക്കലുകൾ, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്നത് കറക്റ്റ് ആ ഡയലോഗ് ബൈ ഡയലോഗ് പറയാൻ എനിക്ക് ഓർമ്മ ഉണ്ട് ചിലതൊക്കെ. പക്ഷേ ഞാനത് പറയാതിരിക്കുകയാണ്. കാരണം അന്ന് അങ്ങനെ പറഞ്ഞിരുന്ന പലരും ഇന്ന് എന്നോട് സംസാരിക്കാറുണ്ട്, എന്നോട് അടുത്ത് ഇടപഴകാറുണ്ട്. അതുകൊണ്ട് ഞാനതൊക്കെ മറക്കുകയാണ്. കാരണം മറക്കുകയാണെന്നല്ല, നമ്മുടെ മനസ്സിലുണ്ടാവും അത്. പക്ഷേ ഇന്നെനിക്കത് ഞാനത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുടെ പേരും അവർ പറഞ്ഞ വാക്കുകളും എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോഴും അത് മനസ്സിൽ കൊണ്ട് നടക്കുകയാണെന്നുള്ള അവർക്ക് തോന്നും. ആ ഒരു വേദനകളും സന്തോഷങ്ങളും നമ്മൾ ചിലപ്പോൾ മറക്കാതിരിക്കും. അത്രയും വലിയ വേദനകളും അത്രയും വലിയ സന്തോഷങ്ങളും നമ്മൾ ചിലപ്പോൾ മറക്കാതിരിക്കും. തലോടി പോകുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മൾ വിട്ടുപോവുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മളിത് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ആഫ്റ്റർ മാരേജ് ആ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കണ്ടതിൽ സന്തോഷം. അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ തൽക്കാലം വിട പറയുന്നു. ബാബു ഫ്രം റെൻ്റ് എ ഹോം. ബായ്.